ഇതാണ് കുങ്കുമക്കര എന്ന കൊച്ചു ഗ്രാമം. മലനിരകളും പുഴയും വയലും പക്ഷിമൃഗാദികളും പിന്നെ നിഷ്കളങ്കരായ കുറേ ആളുകളും. ഇവിടെ നിന്നും നമുക്ക് തുടങ്ങാം. പണിക്കരങ്ങോടാ പതിവില്ലാതെ പണിക്കൊക്കെ പോയി തുടങ്ങിയോ? ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് മുള്ളിയേച്ചും വരാം. പിന്നെ അത് കുത്തിപ്പൊളിക്കാനൊന്നും നിൽക്കണ്ട. ആലുവപ്പുഴയുടെ തീരത്ത്. ആരാ രാമകൃഷ്ണ? നാരായണൻ ചേട്ടൻ. കിഴക്ക് പാടത്തെ അല്ല, വടക്കേപ്പാട്ടെ. അത് പറ, അല്ലെങ്കിൽ ഇത് കണ്ട പോരല്ലോ. പഴയ മിലിറ്ററിയാ. എന്തൊരാശ്വാസമായി ഇപ്പൊ. 2 ആഴ്ചയായി പണിക്ക് പോയിട്ട്. അതെന്റെ കുഴപ്പമല്ലോ. എടുത്തോ. ഇന്നും മുടങ്ങി. എഴുന്നേക്കാൻ പറ്റുമോ? എണിച്ചുവാ. ഞാനും വരാം. പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റാണ്ടായി. അതും എന്റെ കുഴപ്പമൊന്നുമല്ലോ. തനിക്ക് നടക്കാൻ പറ്റിയാലേ എന്റെ കൂടെ വരണ്ട. യുവന്മാരിത് എന്തൊരു കളിയായത്. നേരം വെളുത്തപ്പോ തുടങ്ങി. ഇവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂലേ? അതും എന്റെ കുഴപ്പമാണ്. ഇവിടെ പണിക്കാം. അതെ, എന്റെ പുറകെ നടന്നു വരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അന്തസ്സായിട്ടൊരു പണിക്ക് പോണ. എന്നെ ശല്യം ചെയ്തേക്കരുത്. അല്ല, ആ പണിക്കലും രാമകൃഷ്ണനല്ലേ വരുന്നത്? ആരാ? തെക്കേപ്പാട്ട് നാരായണൻ ചേട്ടൻ. കൃത്യം എത്ര മണിക്കാ ഈ പരിപാടി? ഇതിൽ ആർക്കെങ്കിലും അറിയാവോ? അത് മാത്രം അവര് പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ഒച്ചപ്പാടിനാക്കിയിരിക്കാവോ? ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാരാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരീജലോചനെ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും ചൊൽക പിതാവതീ ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം ജാനകിയും തൊഴു കയ്യില് തന്നോടു ചൊല്ലാളനാഭവും താഴ്ത്തി മന്ദം തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചതു പിന്നെ നിരൂപിച്ചു ദുഃഖിയായുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണമേ സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. ഉള്ളത്തിലുണ്ടാകാതിരിക്കണമേ വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം. ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും. എല്ലാവരും നേരത്തെ തന്നെ എത്തിയല്ലേ? ഞാൻ ഇതുകൊണ്ട് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം. ആയിക്കോട്ടെ, രാമകൃഷ്ണൻ വരുന്ന താമസം ഉണ്ടായിരുന്നു. ചൊല്ലിനാൽ ആനപത്മവും താഴ്ത്തി മന്ദം അശ്രുകണങ്ങളും വാർത്തൂഫലത്കവശുപത്രേഷു സാഷ്ടാംഗം നമസ്കാരം തോണിക്കരേറി ഗൃഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. അതെ, ഞാൻ രാമകൃഷ്ണൻ. അതെ, ഇതാണ് രാമകൃഷ്ണൻ. കുട്ടികളുടെ പേരിടൽ, വിവാഹം, ജനനം മുതൽ മരണം വരെ ഏതാഘോഷത്തിനും രാമകൃഷ്ണന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. രാമകൃഷ്ണൻ ഇല്ലാതെ ഇവിടെ എന്താഘോഷം? ഒരു ചെറുത്. ഓക്കേ, വെള്ളം വേണ്ട ഇവനൊന്നും. ഒരു ചെറുത് ഇങ്ങോട്ട് തരുമോ? കാലത്ത് തുടങ്ങി ഒറ്റ ഇരിപ്പാ. അതെ, എന്ന് പറഞ്ഞാ ഇത് തുറക്കണ്ടേ? എനിക്ക് തുറക്കാൻ പറ്റുമോ? ഞാനും പുലർച്ചെ മുതൽ ഒറ്റക്കാലം ക്യൂ വന്നയാളാ. അടങ്ങിയിരിക്കുക. ഒന്നും കൂടി അയ്യാക്ക് തരാം. ഈ അഴിമതി കോഴ എന്നൊക്കെ പറഞ്ഞ ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ഇതൊക്കെ പിടിപ്പിച്ചേ, എല്ലാം തെളിഞ്ഞോളും. പിടിപ്പിച്ചോ?
ഓർക്കുമ്പോ ഒരേ ഒരു സങ്കട. എന്താ? അടുത്ത കോട്ട എത്തുമ്പോ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. ഇതിപ്പോ ഇങ്ങനെയായി. ഭഗവാനെ, ഇത്രയൊക്കെ ഉള്ളൂ. അതെ, ഈ അടിയാണെങ്കിൽ ഇത്രയും വരെ നിൽക്കുകയല്ല. അതിന് മുമ്പ് കുളമ്പൊക്കെ വെക്കാം. വെറുതെ ശാസ്ത്രം പറഞ്ഞോണ്ട് നിൽക്കുക. നീ ഒന്ന് വിളിച്ചേ. ഇപ്പൊ വിളിച്ചു വെച്ചുള്ളൂ, കിട്ടണ്ടേ? ആ രാമകൃഷ്ണ, എന്താ പറയണ്ടേ? പുഴക്കരയിലേക്ക് പെട്ടെന്ന് വരാൻ പറ. പോരാത്തതിന് ഭയങ്കര മഴ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ രാമകൃഷ്ണൻ. നീ ആണ്ടേ കിടന്ന് വിളിച്ചോണ്ടിരിക്കണേ? ഒരു മനുഷ്യന്റെ ഒരു ജോലി എടുക്കാൻ സമ്മതിക്കല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വല്ലവർക്കും അറിയോ? എന്ത് പാട് മനുഷ്യൻ പെട്ടെന്നറിയോ? അപ്പൊ ചുമ്മാ ഫോൺ കിടന്ന് ചലിച്ചോണ്ടിരിക്കുക. മാറിയിരിക്കുക, ഈ തൊപ്പി പിടിച്ചേ നീങ്ങിയിരിക്കേ. ഈ പെട്ടി മറിയാതെ പിടിച്ചേ. ഈ വെള്ളം പിടിച്ചേ, ഗ്ലാസ് പിടിച്ചേ. കൊള്ളാം. ഇത് പിടില്ല. ഇതെന്ത് ഫോർമുലയാ? ഇതാണ് മന്ത്രിയും പൈലറ്റും. പുറകില് മന്ത്രി ഉണ്ടെന്നുള്ള മുന്നറിയിപ്പുമായിട്ട് പോകുന്ന പൈലറ്റ് വാഹനങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഞാൻ ആദ്യം കഴിച്ചത്. രണ്ടാമത് പിറകിൽ വരുന്നത് ശക്തനായ മന്ത്രി. അതായത് നമ്മുടെ ചങ്കിനും കരളിനും ഒക്കെ ഒരു മുന്നറിയിപ്പ് കിട്ടാൻ. അപ്പൊ കരിങ്കൊടി കരുതേണ്ടി വരും. തീർച്ചയായിട്ടും കരിങ്കൊടി എടുക്കേണ്ടതായിട്ട് വരും. കരിങ്കൊടി മാത്രമല്ല, റീത്തും എടുക്കേണ്ടതായിട്ട് വരും. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞു തരുന്നില്ല. ഗാന്ധിയെ കരിങ്കൊടിയുടെ രൂപത്തിൽ ശശിയാൽ കണ്ടു കാണോ? എന്നെ കണ്ടിട്ടില്ലെന്നോ? എല്ലാവരും സേവനം തുടങ്ങിയല്ലേ? ഗാന്ധിജയന്തി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു. ഉപദേശിച്ച ആരും നന്നാക്കാൻ പറ്റില്ല. വ്യക്തികൾ സ്വയം നന്നാവണം, എങ്കിലേ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. അറിയോ? എന്താ രാമകൃഷ്ണൻ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷ് പറഞ്ഞാ മാഷേ ശരി. ലക്ഷ്യം പറഞ്ഞു തരാൻ ഒരാളില്ലാതെ പോയി. അതാ ഞങ്ങൾക്കെല്ലാം പറ്റിയ പരാജയം. ഇനി മേലിൽ ഈ സാധനം ഞാൻ കൈകൊണ്ട് കൊടുക്കല്ലേ മാഷേ? ഞങ്ങളും. എന്നാ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓക്കെ ശരി ശരി ശരി. ഓക്കെ പാക്കപ്പ്. ഹോ, ആശ്വാസമായി. 10-15 ദിവസത്തെ കഷ്ടപ്പാട് തീർന്നു. ഏയ്, താനിതുവരെ പോയില്ലേ? 10 മണിക്ക് സീൻ കഴിഞ്ഞതാണല്ലോ. അല്ലൊരു ചെറുത് കൊടുക്കണ പരിപാടി ഉണ്ടെന്ന് കേട്ടെ. മേക്കപ്പ് അടിച്ചാൽ അത് കിട്ടിയില്ലെങ്കിലോ?
ഇപ്പൊ തന്നെ 4 കാലിലാണല്ലോ ശവം. ഈ സീൻ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് പിന്നെ അവൻ അങ്ങനെ തമ്മിച്ചിട്ട് പിന്നെ അപ്ഷേർ കയറി വരുന്നു. അത് തന്നെ അത് തന്നെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ ഇത് തീർന്നതാണ്. പിന്നെ സാർ ഇരിക്കേ. പിന്നെ ഒരു സ്റ്റിൽ എടുക്കട്ടെ. ഒഴിവാക്കും. ഒരു മിനിറ്റ്. ആ ഓക്കെ സാർ. സാർ ഇന്നത്തോടെ ഷൂട്ടിംഗ് തീരുവാണെന്ന് യൂണിറ്റിലെ പിള്ളേർ പറഞ്ഞു. 10-15 ദിവസമായി ഞാൻ റൂമിലുള്ള ആരും സാറിന് അറിയാവുന്നല്ലേ എന്റെ വേഷം. നീ എന്തിനാ പേടിക്കണേ മോളെ? ഡബ്ബിങ് കിടക്കല്ലേ? ഡബ്ബിങ്ങോ? ആ ഓ ഞാനത് മറന്നു. ശോ എന്റെ ഒരു കാര്യം. ഞാൻ റൂമിലുണ്ടാവും. പോവാ. എല്ലാവരും റെഡി ആയി. ഒന്ന് ചേർന്ന് ചേർന്ന്. റെഡി. റെഡി. മാറല്ലേ. ഗാന്ധിന്റെ കുറവുണ്ടല്ലോ. ആടണ്ടടമാനേ തൂങ്ങണ്ടടമാങ്ങേ എന്നെ മറന്നിട്ടെങ്ങോട്ടേക്കും പോകണ്ടടമാങ്ങേ. പ്രസന്റ് സാർ.